ഹരി ഓം. ദശകം 68 ഗോപികളുടെ ആഹ്ലാദ പ്രകടനം. ശ്ലോകം 1. തവ വിലോകനാത് കൃഷ്ണ ഗോപികാജന പ്രമദസങ്കുല കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുതായിവ സ്ഥിമിതതാം ദധു കൃഷ്ണ ത്വത്പുരോഗതാ. ഇവിടെ ഈ 68-ാം ദശകത്തിൽ ഓരോ വരിയുടെയും ഇടയ്ക്കുള്ള കൃഷ്ണ എന്നുള്ളത് പുസ്തകത്തിൽ കാണത്തില്ല. തവ വിലോകനാത് കൃഷ്ണ ഗോപികാജനാഹ, അങ്ങനെയുള്ള ഇടയ്ക്കുള്ള കൃഷ്ണ കാണത്തില്ല. അപ്പം നമ്മുടെയൊക്കെ ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ആ കൃഷ്ണ ചേർത്ത് ചൊല്ലാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. തവ വിലോകനാത് കൃഷ്ണ ഗോപികാജനാഹ, തവ വിലോകനാത് കൃഷ്ണ ഗോപികാജനാഹ പ്രമദ സങ്കുലാഹ കൃഷ്ണ പങ്കജ ഈക്ഷണ, പങ്കജ ഈക്ഷണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാഹ ഇവ, അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദധുഃ കൃഷ്ണ ത്വത് പുരോഗതാഃ, സ്ഥിമിതതാം ദധു കൃഷ്ണ ത്വത്പുരോഗതാഃ. തവ വിലോകനാത് കൃഷ്ണ ഗോപികാജന പ്രമദസങ്കുല കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുതായിവ സ്ഥിമിതതാം ദധു കൃഷ്ണ ത്വത്പുരോഗതാഃ. ദശകം 68 ഗോപികളുടെ ആഹ്ലാദ പ്രകടനം. അപ്പോൾ ഈ ദശകം 65 മുതൽ 69 വരെയാണ് രാസക്രീഡ. അപ്പോൾ 65-ാം ദശകത്തിൽ ഭഗവാൻ ഓടക്കുഴൽ വായിച്ചപ്പോൾ എല്ലാ ഗോപികളും യമുനാ തീരത്തെത്തി മാരോത്സവം തുടങ്ങാൻ പോവുകയാണ്. അപ്പം 66-ാം ദശകത്തിൽ ഗോപികൾ വളരെയധികം സന്തോഷത്തോടുകൂടി ഭഗവാനുമായിട്ട് രമിക്കുന്നു. 67-ാം ദശകത്തിൽ ആ ഗോപികളുടെ മനസ്സിൽ അഹങ്കാരം ജനിക്കുകയാണ്. കാരണം എന്താണ്? ഗോപികൾ ഓരോരുത്തരും വിചാരിക്കുകയാണ് അവരുടേത് മാത്രമാണ് കൃഷ്ണൻ. അപ്പം അവരുടെ അടുത്തുള്ള കൃഷ്ണനെ മാത്രമേ അവർ കാണുന്നുള്ളൂ, ഒരു കൃഷ്ണനെ മാത്രമേ അവർ കാണുന്നുള്ളൂ. അങ്ങനെ അവരുടെ മനസ്സിൽ അഹങ്കാരം ജനിക്കുന്നു. ഭഗവാൻ അവരുടെ അഹങ്കാരം കണ്ടിട്ട് അവരിൽ നിന്നും മറയുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ കാട് മുഴുവൻ അന്വേഷിക്കുന്നു. അവസാനം സങ്കടത്തോടുകൂടെ കാണാഞ്ഞിട്ട് യമുനാ തീരത്ത് വന്ന് ആ ഭഗവാനെക്കുറിച്ചുള്ള ഗാനങ്ങളൊക്കെ ആലപിച്ചും കൊണ്ട് കഥകളൊക്കെ പറഞ്ഞും കൊണ്ട് ആ ഗാനത്തിനനുസരിച്ച് നൃത്തം വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ ഭഗവാനെ ആ കണ്ട സന്തോഷത്താൽ അവർക്കെന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായി തീർന്നു. അവർ ഭഗവാനെ ഇനിയും കാണുമെന്നേ പ്രതീക്ഷിച്ചതല്ല. അവരാ ദുഃഖത്താലാണല്ലോ ആ നദീതീരത്ത് വന്നിരുന്നത്. അപ്പോൾ അവർ കണ്ടപ്പോഴത്തേനും അവരുടെ കണ്ണിന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അങ്ങനെ അവർ പല തരത്തിലുള്ള ചേഷ്ടകൾ ഭഗവാനോട് കാണിക്കുകയാണ്. അത് എന്തൊക്കെയാണ് എന്നാണ് 68-ാം ദശകത്തിൽ പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ ഇവരുടെയൊക്കെ മനസ്സിൽ അഹങ്കാരം ഉണ്ടായത് അപ്പോൾ ഭഗവാൻ മറഞ്ഞു. എപ്പോഴാണോ അവരുടെയൊക്കെ മനസ്സിൽ നിന്ന് അഹങ്കാരം നശിച്ചത് അപ്പോൾ ഭഗവാൻ വന്നു, പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ആരോടും ഒരു രാഗദ്വേഷാദികളൊന്നുമില്ല തന്നെ ഭഗവാന്. ശ്ലോകം 1 അന്വയവും അർത്ഥവും. പങ്കജേക്ഷണ ഗോപികാജനാഃ തവ വിലോകനാത് പ്രമദസങ്കുലാഃ അമൃതധാരയാ സംപ്ലുതാഃ ഇവ ത്വത്പുരോഗതാഃ സ്ഥിമിതതാം ദധുഃ. പങ്കജേക്ഷണ, അല്ലയോ താമരക്കണ്ണ. ചില ഗോപികളുടെ നേരെ ഭഗവാനുണ്ടായ ആ പ്രസാദ ആധിക്യത്തെ ആ പങ്കജേക്ഷണ എന്ന സംബോധന കൊണ്ട് സൂചിപ്പിക്കുകയാണ്. പങ്കജേക്ഷണ ഗോപികാജനാഃ, ഗോപസ്ത്രീകൾ തവ വിലോകനാത് പ്രമദസങ്കുലാഃ, ആ നിന്തിരുവടിയെ സന്ദർശിച്ചതുകൊണ്ട് പ്രമദസങ്കുലാഃ പരമാനന്ദ പരവശകളായി
അമൃതധാരയാ സംപ്ലുതാഹ ഇവ, അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചവരെ എന്ന പോലെ ത്വത്പുരോഗതാഹ സ്ഥിമിതദാന്തദുഹു, ത്വത്പുരോഗതാഹ അവിടുത്തെ മുമ്പിൽ വന്ന് നിശ്ചേഷ്ടകളായി നിലകൊണ്ടു. ത്വത്പുരോഗതാഹ സ്ഥിമിതദാന്തദുഹു. അല്ലയോ ചെന്താമരക്കണ്ണ, അങ്ങയെ സന്ദർശിച്ച് പരമാനന്ദ പരവശകളായ ഗോപികമാർ അമൃതധാര കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവരെ എന്ന പോലെ നിന്തിരുവടിയുടെ തിരുമുമ്പിൽ വന്ന് ചലനമറ്റവരെ പോലെ നിലകൊണ്ടുവല്ലോ. തപബിലോകനാത് കൃഷ്ണ ഗോപികാജന പ്രമദസങ്കുല കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാ ഇവ സ്ഥിമിതദാം ദധൂ കൃഷ്ണ ത്വത്പുരോഗതാ.